കാരുണ്യവാനായ റബ്ബ് 100 പേരെ കൊന്ന മനുഷ്യന് പുറത്തു കൊടുത്ത റബ്ബ് ഒരടിമ പശ്ചാത്താപത്തോടെ തന്നിലേക്ക് മടങ്ങുമ്പോ ഒട്ടകത്തെ മരുഭൂമധ്യത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ അവനെ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോ എത്രമാത്രം സന്തോഷമുണ്ടോ അതുപോലെ സന്തോഷിക്കുമെന്ന് തന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുതെന്നും കടലിന്റെ നുരകൾക്കും ഭൂമിയുടെ മണൽത്തരികൾക്കും ആകാശത്തിന്റെ വിഹായസുകൾക്കും സമാനമായ പാപങ്ങൾ നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം നിരുപാധികം പുറത്തു തരാൻ പടച്ച റബ്ബ് തയ്യാറാണെന്നുമെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കതബ അലാ നഫ്സിഹി റഹ്മ അവനവന്റെ സ്വന്തത്തിൽ റഹ്മത്ത് ബാധ്യതയായി എഴുതിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന റബ്ബ് ആ റബ്ബ് ഒരിക്കലും പൊറുക്കുകയില്ല മാപ്പ് നൽകുകയില്ല എന്ന് ഏതെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാപത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശിർക്കിനെ കുറിച്ച് മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ 2 തവണ നമുക്കത് കാണാൻ കഴിയും. സൂറത്തു നിസാഇൽ അല്ലാഹു പറയാൻ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ومن يشرك بالله فقد ضل ضلالا بعيدا നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നതിനെ ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്, മാപ്പ് നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെക്കുന്നു. രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ വിഷയം എന്താണ്? ശിർക്കിനെ ഇത്രമാത്രം അപകടകരമാക്കുന്ന ഇത്രമാത്രം ഗൗരവമേറിയതാക്കുന്ന രണ്ടാമത്തെ വിഷയം, പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ, നമ്മുടെ സ്മരണകൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോലും എടുത്തു കളയപ്പെടുമ്പോ നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും പരിചയക്കാരും മുഴുവൻ വിസ്മൃതിയുടെ വിഹായസിലേക്ക് നമ്മൾ വലിച്ചെറിയുന്ന സമയത്ത് ഈ ഭൂമിയിൽ നമുക്ക് അവശേഷിക്കുക ചില കാര്യങ്ങളാണെന്ന് അള്ളാഹുവിന്റെ ദൂതൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വലദുൻ സാലിഹ് യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ മക്കളാണ്, സാലിഹായ മകനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കാതെ ആ ശിർക്കൻ വിശ്വാസത്തോടു കൂടിയാണ് അവൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ അവന്റെ പൊന്നുമകളുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും അവൻ അർഹനാവുകയില്ല. എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനായാലും, എത്ര വലിയ സമൂഹത്തിൽ ഉന്നതി നേടിയെടുത്തവനായാലും, പ്രിയപ്പെട്ടവരെ, വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഇസ്തിഗ്ഫാർ പോലും ആ മനുഷ്യന് ഉപകരിക്കുകയില്ല. മാത്രമല്ല, വിശ്വാസി സമൂഹത്തോട്, മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തു തൗബയിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാണ്, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അല്ലാഹുവിന്റെ റസൂലിനോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സ്വഹാബികൾക്കോ മുഅ്മിനുകൾക്കോ പാടുള്ളതല്ല. എന്ത് പാടുള്ളതല്ല? അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ, ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, വലൗ കാനൂ ഉലി ഖുർബ, അവർ എത്ര അടുത്ത കുടുംബക്കാരായാലും ശരി, സ്വന്തം ഉമ്മയായാലും ബാപ്പയായാലും ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയാൽ നാഥ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വിലക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ ദുരന്തം മറ്റെന്താണ് പ്രിയപ്പെട്ടവരെ? മൂന്നാമത്തെ ദുരന്തം എന്താണ്? നമുക്കറിയാം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് 2 സ്വഹാബികൾ വരാൻ, എന്നിട്ട് ചോദിക്കാൻ, ഉമ്മ, നിങ്ങളുടെ ജീവിതത്തിൽ റസൂലിനെ ഏറ്റവും അത്ഭുതകരമായി കണ്ട ദിവസം ഏതാണ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ വിഷയത്തിൽ അത്ഭുതം തോന്നിയ വിഷയം ഏതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചൊന്ന് ആലോചിക്കാണ്. എന്നിട്ട് പറയുന്നു, ഒരു രാത്രി പ്രവാചകൻ എന്നോട് പറഞ്ഞു, ആയിഷ, ഇന്ന് എന്നെ ഒറ്റക്ക് വിടണം, ഇന്ന് എന്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് നിൽക്കണം. പ്രവാചകൻ നിസ്കരിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് കവിൾത്തടങ്ങൾ നനഞ്ഞു കുതിർന്നു, പ്രവാചകന്റെ തിങ്ങി നിറഞ്ഞ താടിരോമങ്ങൾ നനഞ്ഞു കുതിർന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കരഞ്ഞ് അവിടെ നിന്ന് നിന്നിരുന്ന ആ സ്ഥലത്തിന്റെ മണ്ണ് മുഴുവൻ നനഞ്ഞു കുതിർന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പോയി കിടന്നുറങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി വന്ന് വിളിക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ കരച്ചിലാണ്. അവിടെ നിന്ന് നിന്നിരുന്ന ആ സ്ഥലം മുഴുവൻ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഹൃദയം പൊട്ടിക്കൊണ്ട് ആനിയായി ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ്
എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? മുമ്പും പിമ്പുമുള്ള സകല പാപങ്ങളും അള്ളാഹു താങ്കൾക്ക് പുറത്തു നിന്നിട്ടില്ലേ, മാപ്പ് നൽകിയിട്ടില്ലേ? പിന്നെ എന്തിനാണ് താങ്കൾ ഈ പ്രയാസപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ റസൂലിന്റെ മറുപടി അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയായിരിക്കണ്ടേ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണക്ക റൊട്ടി മാത്രം കടിച്ച് സമാധാനമില്ലാത്ത രാത്രികളിൽ തന്റെ ഉമ്മത്തിന്റെ പര്യവസാനം ഓർത്ത് വേദനിച്ചുകൊണ്ട് മാത്രം കുറച്ചു മാത്രം ഉറങ്ങിയിരുന്ന, കുറച്ചു മാത്രം ചിരിച്ചിരുന്ന, കൂടുതലും കരഞ്ഞിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം രാവെന്നില്ലാതെ പകലെന്നില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നിതാന്തമായ അഹോരാത്രമായ പരിശ്രമം നടത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനോട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിൽ. എന്താണ് അല്ലാഹു പറയുന്നത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. തുല്യതയില്ലാത്ത പ്രവർത്തനം നടത്തിയ, തുല്യതയില്ലാത്ത സമർപ്പണത്തിലൂടെ അള്ളാഹുവിന്റെ പക്കൽ ഒരുപാട് ദറജകൾ നേടിയെടുത്ത അള്ളാഹുവിന്റെ റസൂലേ, ലഇൻ അശ്റക്ത, താങ്കൾക്ക് ശിർക്ക് സംഭവിച്ചു പോയാൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകും, താങ്കളുടെ എല്ലാ അമലുകളും ബാത്തിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ എന്നിട്ട് നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുമെന്ന് ആരാണ് പറയുന്നത്? അല്ലാഹു ആണ് പറയുന്നത്. ആരോടാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അൻആമിൽ 17 പ്രവാചകന്മാരുടെ പേരുകൾ പടച്ചവൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِنْ قَبْلُ وَمِنْ ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وَزَكَرِيَّا وَيَحْيَى وَعِيسَى وَإِلْيَاسَ كُلٌّ مِنَ الصَّالِحِينَ وَإِسْمَاعِيلَ وَالْيَسَعَ وَيُونُسَ وَلُوطًا وَكُلًّا فَضَّلْنَا عَلَى الْعَالَمِينَ. 17 പ്രവാചകന്മാർ അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഭൂമിയിൽ ഒട്ടനവധി തുല്യതയില്ലാത്ത ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ പേരുകൾ എണ്ണി പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? വലൗ അശ്റകൂ, വലൗ അശ്റകൂ, ഇവരിൽ ആരെങ്കിലും ഒരാൾ ശിർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഇവരെല്ലാവരും ശിർക്ക് ചെയ്താലും ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരുടെ എല്ലാ കർമ്മങ്ങളും ബാത്തിലായി പോകും, അവരുടെ എല്ലാ അമലുകളും ബാത്തിലായി പോകും, അവർ നരകത്തിലേക്ക് പോകുകയും ചെയ്യും. ഇത്രമാത്രം വലിയ ഗുരുതരമായ 3 പ്രത്യാഘാതങ്ങൾ ഷിർക്കിനുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും, എത്ര അമലുകൾ നമ്മൾ ചെയ്താലും, എത്ര നല്ല മനുഷ്യരായി ഈ ലോകത്ത് നമ്മൾ ജീവിച്ചാലും, പ്രിയപ്പെട്ടവരെ, വിശ്വാസം ശരിയല്ലെങ്കിൽ, ഷിർക്ക് ശരിയല്ലെങ്കിൽ, ആ മനുഷ്യന് അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല, സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല, മോചനം നേടിയെടുക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിചാരണയും കൂടാതെ, ഒരു തടസ്സവുമില്ലാതെ ഹശ്റിന്റെ മൈതാനിയിൽ നിന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരെ കുറിച്ച്, വിഐപികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ലാ യർഖൂന വലാ യസ്തർഖൂന വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ അവർ മന്ത്രിക്കാത്തവരാണ്, മന്ത്രിപ്പിക്കാത്തവരാണ്, ശകുനം നോക്കാത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിനെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചുകൊണ്ട് സമാധാനമടയുന്നവരാണ്, നിർവൃതി അടയുന്നവരാണ് എന്നാണ് അവരെ കുറിച്ച് പടച്ചറബ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും കടന്നു വരുന്ന ഷിർക്കിനെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. ഒരു വീട് കൂടുന്ന സമയം, ആ വീടിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയം, ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് സ്ഥലം നോക്കിക്കാതെ, അവരെ കൊണ്ടുവന്നിട്ട് കുറ്റിയടിപ്പിക്കാതെ, അതുപോലെ തന്നെ കന്നിമൂല നോക്കാതെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത്. അതുപോലെ തന്നെ ഒരു കുട്ടി ജനിക്കുന്ന ദിവസം അതിന് എന്ത് പേരിടണം, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആരോടൊക്കെയോ പോയി ചോദിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ കുട്ടികളുടെ കവിളത്ത് കറുത്ത മറുകു കുത്തിക്കൊടുത്ത് കണ്ണ് തട്ടുന്നതിന് വേണ്ടി, ഇത് കണ്ണ് തട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ സജീവമായിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരാൾ ഏലസ് കെട്ടിയാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിന് പകരം അവൻ ആ ഏലസിൽ തവക്കുൽ ചെയ്യുകയാണ്. ഒരാൾ തന്റെ കുട്ടിക്ക് കണ്ണേറ് തട്ടുന്നതിന് വേണ്ടി കവിളത്തൊരു മറുക് തൊട്ട് കൊടുത്താൽ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നതിന് പകരം അവൻ ആ മറുകിൽ ബലമേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉസ്താദുമാരും മൗലിയാക്കന്മാരും തങ്ങന്മാരും സിദ്ധന്മാരും നൽകുന്ന ചെറിയ ചെറിയ ഏലസുകളും കുപ്പികളും മുട്ടകളും വീടിന്റെ 4 മൂലകളിൽ കുഴിച്ചിട്ടുകൊണ്ട് നിർവൃതി അടയുന്ന ഈ മുസ്ലിം സമൂഹം ചെയ്യുന്നത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ,
അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത, ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത നിർഗുണകാരികളായ ഈ വസ്തുക്കളിൽ അവർ അഭയം പ്രാപിക്കുകയാണ്, തവക്കുൽ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന, അല്ല മാനവരാശിയെ മുഴുവനും ബാധിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം, രണ്ടാമത്തെ പ്രശ്നവും മൂന്നാമത്തെ പ്രശ്നവും പ്രിയപ്പെട്ടവരെ ശിർക്ക് തന്നെയാണ്, തൗഹീദ് തന്നെയാണ്. അതിനുശേഷം മാത്രമേ മറ്റുള്ള വിഷയങ്ങൾ എല്ലാം വരുന്നുള്ളൂ. എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ പ്രസക്തമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി വിയർപ്പൊഴുക്കുക. ബാക്കിയുള്ളതെല്ലാം അതിന്റെ പിന്നാലെ വരേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കഴിഞ്ഞാൽ അമ്ന്, നിർഭയത്വം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ശരിയാക്കി തരുമെന്നുള്ള കാര്യത്തിൽ അള്ളാഹുവിന്റെ വഅദയുള്ളതാണ്, വാഗ്ദാനമുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായി, യഥാർത്ഥ മുവഹിദുകളായി ജീവിക്കാൻ നമുക്ക് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളോട് പറയാൻ. മംഗലാപുരത്ത് SKSM-ന്റെ സജീവ പ്രവർത്തകൻ, ഇവിടെയുള്ള ആളുകൾക്ക്, മംഗലാപുരം പ്രദേശത്തേക്ക് ദഅവാ പ്രവർത്തനവുമായി പോയിട്ടുള്ള ആളുകൾക്കറിയാം, MG മുഹമ്മദ് സാഹിബ്. അദ്ദേഹം ഇന്നലെ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ICU-ലാണ്, വെന്റിലേറ്ററിലാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമുക്ക് വേണമെങ്കിൽ ആ നാട്ടിലെ തൗഹീദി പ്രവർത്തനത്തിന്റെ, ദഅവാ പ്രവർത്തനത്തിന്റെ നെടുന്തൂണാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം വളരെ മോശമായ അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നമുക്കിടയിൽ പഴയ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് അത് നൽകുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.